എറണാകുളത്ത് 10ാം ക്ലാസ്സുകാരിക്ക് നേരെ നായ്ക്കുരണ പൊടിയെറിഞ്ഞ സംഭവത്തിൽ വിദ്യാഭ്യാസ വകുപ്പ് വിശദീകരണം തേടി. പ്രധാന അധ്യാപികയോടാണ് വിശദീകരണം തേടിയത്. 24 ആണ് കുട്ടിക്കുണ്ടായ ദുരനുഭവം പുറത്തു കൊണ്ടുവന്നത്. എസ് ശ്യാംകുമാർ കൊച്ചിയിൽ ചേർന്നു. ശ്യാംകുമാർ, കുട്ടികളുടെ ഒരു ക്രൂര വിനോദം, അതിൽ ആ പാവം കുട്ടി അനുഭവിച്ച വേദന നമ്മൾ കണ്ടതാണ്, നമ്മോട് പ്രതികരിച്ചതാണ്. എന്താണ് വിശദാംശങ്ങൾ? സ്കൂളിന് വീഴ്ച സംഭവിച്ചു എന്നൊരു പ്രാഥമിക നിഗമനം ഉണ്ടോ? സുഹൈൽ, 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന തെങ്ങോട് സ്കൂളിൽ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന വിദ്യാർത്ഥിനി അനുഭവിച്ച ക്രൂരത നമ്മൾ വാർത്തയാക്കിയതിന് പിന്നാലെയാണ് ഇപ്പോൾ വിദ്യാഭ്യാസ വകുപ്പിന്റെ ഇടപെടൽ ഉണ്ടായിരിക്കുന്നത്. സ്കൂളിലെ പ്രധാന അധ്യാപികയോടാണ് ഇക്കാര്യത്തിൽ വിശദീകരണം ആവശ്യപ്പെട്ടിരിക്കുന്നത്. എന്താണ് അവിടെ സംഭവിച്ചത് എന്നും ആ കുറ്റം ചെയ്ത കുട്ടികൾക്കെതിരായിട്ട് എന്ത് നടപടിയെടുത്തുവെന്നും അധ്യാപകർ ആ സമയത്ത് എവിടെയായിരുന്നു എന്നുള്ളതുമാണ് വിദ്യാഭ്യാസ വകുപ്പ് പരിശോധിക്കുന്നത്. ഏതായാലും വിദ്യാഭ്യാസ വകുപ്പിന്റെ ഡെപ്യൂട്ടി ഡയറക്ടറാണ് ഇപ്പോൾ അന്വേഷണം നടത്തുന്നത്. ഇക്കാര്യത്തിൽ കുട്ടിയുടെ മൊഴി ഉൾപ്പെടെ രേഖപ്പെടുത്തിയ ശേഷമാകും അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ട്. 2 കുട്ടികൾ സ്കൂളിൽ കൊണ്ടുവന്ന നായ്ക്കുറണ പൊടി ഈ കുട്ടിയുടെ ദേഹത്ത് വീഴുകയും പിന്നീട് ഈ കുട്ടി വലിയ ആരോഗ്യ പ്രശ്നങ്ങൾ നേരിടുകയും ആശുപത്രിയിൽ 15 ദിവസം കിടക്കുകയും ചെയ്യേണ്ട സാഹചര്യം ഉണ്ടായിരുന്നു. ഈ കേസിലാണ് അധ്യാപകരുടെ ഭാഗത്തുനിന്ന് ഉൾപ്പെടെ വലിയ വീഴ്ചയുണ്ടായത്. ഇതിന് നമ്മൾ വാർത്ത നൽകിയതിന് പിന്നാലെയാണ് ഇപ്പോൾ വിദ്യാഭ്യാസ വകുപ്പ് അന്വേഷണം ആരംഭിച്ചിരിക്കുന്നത്. എല്ലാം കുട്ടിക്കളിയല്ല, ഈ ചെറിയ കളിയിൽ ആ കുട്ടി അനുഭവിച്ചത് വലിയ വേദനയാണ്. സ്കൂളിന് ആ വീഴ്ച ഉണ്ടായോ എന്ന് പരിശോധിക്കും.